നിങ്ങൾക്ക് 10,000 രൂപയ്ക്ക് താഴെ ഒരു 5G സ്മാർട്ട് ഫോൺ വേണോ? അതും ഇന്ത്യൻ നിർമ്മിതമായുള്ള ഒരു സ്മാർട്ട് ഫോൺ ആണെങ്കിൽ നിങ്ങൾ വാങ്ങുമോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് പറ്റിയൊരു മോഡലായിരിക്കും ഈ ഒരു ലാവ ബ്ലേസ് 2 എന്ന് പറയുന്ന ഈ ഒരു മോഡൽ. ഇതൊരു 5G സ്മാർട്ട് ഫോണാണ്. ഇവർ പറയുന്നതനുസരിച്ചാണെങ്കിൽ നമുക്കിതിനകത്ത് ഔട്ട് ഓഫ് ബോക്സ് ആൻഡ്രോയിഡ് 13 കാര്യങ്ങളും കിട്ടുന്നുണ്ട്. അതുമാത്രമല്ല ഈ ഒരു സ്മാർട്ട് ഫോണിൽ നമുക്ക് ബ്ലോഡ് വേസോ അതുപോലെ പരസ്യങ്ങളോ കാര്യങ്ങളോ യാതൊരൊന്നും ഉണ്ടാവില്ല. ഒരു ക്ലീൻ സ്റ്റോക്ക് ആൻഡ്രോയിഡ് എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഈ ഒരു മോഡലിൽ നിന്ന് കിട്ടുന്നതായിരിക്കും. അതുമാത്രമല്ല നമുക്ക് 8 5G ബാൻഡ്സും കാര്യങ്ങളും ഇതിൽ സപ്പോർട്ട് ആവുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ മറ്റൊരു ഫീച്ചർ എന്ന് പറയുന്നത് നമ്മൾ കോൾ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ നോട്ടിഫിക്കേഷൻ അപ്പുറമുള്ള വ്യക്തിക്ക് ആ ഒരു കോൾ റെക്കോർഡ് ചെയ്യാമെന്നുള്ളതിൻ്റെ നോട്ടിഫിക്കേഷൻ അറിയാൻ കഴിയുന്നതല്ല. അപ്പോൾ അതുപോലത്തെ കോൾ റെക്കോർഡിങ്ങിനുള്ള ആ ഒരു ഓപ്ഷൻ കാര്യങ്ങൾ നമുക്കിതിൽ കിട്ടുന്നുണ്ട്. ഇങ്ങനെ കുറേ അധികം ഫീച്ചേഴ്സും കാര്യങ്ങളും ഈ ഒരു മോഡൽ കിട്ടുന്നുണ്ട്. അതും 10,000 രൂപയ്ക്ക് താഴെയാണ് നമുക്ക് ഈ ഒരു മോഡൽ കിട്ടുന്നത്. വീഡിയോ അവസാനം വരെ കണ്ട ശേഷം നിങ്ങൾക്ക് ഈ ഒരു മോഡലിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റായിട്ട് അറിയിക്കുക. നമ്മൾ ആദ്യമായിട്ട് ഇതിന് ഡിസൈനും കാര്യങ്ങളും നോക്കുകയാണെങ്കിൽ നമ്മൾ വിചാരിക്കും 10,000 രൂപയാണ്, അപ്പം ചീപ്പായിട്ടുള്ള ഒരു ഡിസൈനും കാര്യങ്ങളാണ് കിട്ടുന്നതെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ അവിടെ നമ്മുടെ ഈ ഒരു ലാവ അത് മാറ്റി നിർത്തിയിരിക്കുകയാണ്. ഒരു പ്രീമിയം ലുക്കും കാര്യങ്ങളും കിട്ടുന്ന ഒരു ഡിസൈനും കാര്യങ്ങളാണ് നമുക്ക് ഇതിൽ കൊണ്ടുവന്നിരിക്കുന്നത്. ബാക്കിൽ നമുക്ക് ഗ്ലാസ് ബാഗും കാര്യങ്ങളാണ് കിട്ടുന്നത്. അതുമാത്രമല്ല ഫ്രെയിം വന്നിരിക്കുന്നത് പറയുന്നത് പോളി കാർബണേറ്റിൻ്റെ ഫ്രെയിമും കാര്യങ്ങളാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അതുമാത്രമല്ല നമുക്ക് ഒരു സർക്കിൾ ഷേപ്പിലാണ് ക്യാമറ സിസ്റ്റവും കാര്യങ്ങളും കൊണ്ടുവന്നിരിക്കുന്നത്. അതിൽ നമുക്കൊരു ലൈറ്റും കാര്യങ്ങളും ഉണ്ട്. ആ ഒരു ലൈറ്റിൻ്റെ നമുക്ക് യൂസേജ് ഉണ്ട്. അതായത് നിങ്ങൾക്ക് ഫോണൊക്കെ റിങ് ചെയ്യുന്ന സമയത്ത് അതിങ്ങനെ ബ്ലിങ്ക് ആവുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതായിരിക്കും. അതുമാത്രമല്ല നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്തും അതിങ്ങനെ ബ്ലിങ്ക് ആവുന്നതായിരിക്കും. അപ്പോൾ ചെറിയൊരു നോട്ടിഫിക്കേഷൻ വേണ്ടിയുള്ള ഒരു ഇൻഡിക്കേഷൻ പോലെ അവിടെ ഒരു ലൈറ്റും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. സിംഗിൾ സ്പീക്കർ സിസ്റ്റമാണ് നമുക്കിതിൽ കൊണ്ടുവന്നിരിക്കുന്നത്. അതുകൊണ്ട് യാതൊരു ഇഷ്യൂസും കാര്യങ്ങളില്ല. നമുക്ക് നല്ല ഔട്ട്പുട്ടും കാര്യങ്ങളും അതിൽ നിന്ന് കിട്ടുന്നതായിരിക്കും. അതുമാത്രമല്ല 5000 mAh ബാറ്ററിയും കാര്യങ്ങളും നമുക്ക് കിട്ടുന്നുണ്ട്. 6.56 ഇഞ്ചിൻ്റെ HD+ IPS ഡിസ്പ്ലേ ആണ് നമുക്കിതിൽ കിട്ടുന്നത്. 90 Hz ആണ് ഇതിൻ്റെ മാക്സിമം റിഫ്രഷ് റേറ്റ് എന്ന് പറയുന്നത്. പക്ഷേ ചെറിയൊരു പ്രശ്നമുണ്ട്. അതായത് ചില ആപ്ലിക്കേഷനുകളിൽ ഈ ഒരു 90 Hz സപ്പോർട്ട് ആവില്ല, 60 Hz മാത്രമാണ് സപ്പോർട്ട് ആവുന്നത്. അത് അവരൊരു സോഫ്റ്റ്വെയർ അപ്ഡേറ്റും കാര്യങ്ങളും നമുക്ക് തരുന്നതിലൂടെ ലാവയ്ക്ക് ആ ഒരു ഓപ്ഷൻ ആ ഒരു ഇഷ്യൂ മാറ്റാവുന്നുള്ളൂ. അപ്പം അങ്ങനെ ഒരു ചെറിയൊരു ഡ്രോബാക്ക് ഉണ്ട്. അതുകൂടെ നോട്ടീസ് ചെയ്തിരിക്കുക. പിന്നെ നമ്മൾ പെട്ടെന്ന് നോട്ടീസ് ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത് നമുക്ക് താഴെയായിട്ട് വലിയൊരു ചിഹ്നം കാര്യങ്ങൾ കാണാൻ പറ്റും ബോട്ടം സൈഡിലായിട്ട്. അപ്പോൾ അത് ഇപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിലുള്ള എല്ലാ മിക്ക സ്മാർട്ട് ഫോണുകളിലും നമുക്ക് കാണാൻ കഴിയുന്നൊരു ഇതാണ്. അപ്പം അത് വലിയ കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. എങ്കിലും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നമുക്ക് ആ ഒരു ഓപ്ഷൻ അവൈലബിൾ ആണ്. അപ്പം അതും നമുക്ക് ഈ ഒരു കൂടെ കിട്ടുന്നുണ്ട്. പെർഫോമൻസ് ആയിട്ട് നോക്കുകയാണെങ്കിൽ നമുക്കിതിനകത്ത് മീഡിയാടെക്കിൻ്റെ ചിപ്സെറ്റാണ് കൊണ്ടുവന്നിരിക്കുന്നത്. മീഡിയാടെക് ഡിമെൻസിറ്റി 6020 എന്ന് പറയുന്ന ആ ഒരു ചിപ്സെറ്റാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഈ ഒരു ചിപ്സെറ്റ് നോക്കുകയാണെങ്കിൽ നമ്മുടെ സ്നാപ്ഡ്രാഗണിൻ്റെ 695 ഉണ്ടല്ലോ, അതിൻ്റെ ആ ഒരു പെർഫോമൻസും കാര്യങ്ങളാണ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അല്ലെങ്കിൽ അതിൻ്റെ ഒപ്പത്തിനൊപ്പം നിൽക്കുന്ന ഒരു മോഡലാണ് ഈ ഒരു ചിപ്സെറ്റ് എന്ന് പറയുന്നത്. നമുക്കിതിൻ്റെ റാമും കാര്യങ്ങളും നോക്കുകയാണെങ്കിൽ നമുക്കിനകത്ത് ബേസ് മോഡൽ എന്ന് പറയുന്നത് 4GB റാമാണ് വരുന്നത്. അതുപോലെ തന്നെ 128GB സ്റ്റോറേജ് വേരിയൻറ്റും കാര്യങ്ങളും വരുന്നുണ്ട്. ഹൈ ലെവൽ റാം വേരിയൻറ്റ് നോക്കുകയാണെങ്കിൽ നമുക്കിനകത്ത് 6GB റാം വേരിയൻറ്റും അതുപോലെ 128GB സ്റ്റോറേജ് വേരിയൻറ്റാണ് വരുന്നത്. ഇതിനകത്ത് നമുക്ക് LPDDR4Xൻ്റെ റാമും അതുപോലെ UFS 2.2ൻ്റെ സ്റ്റോറേജും കാര്യങ്ങളാണ് വരുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾ ബേസ് മോഡൽ വാങ്ങുവാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് എക്സ്ട്രാ SD കാർഡാണുള്ള ഓപ്ഷൻ കാര്യങ്ങൾ നമുക്ക് അതിനകത്ത് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഒരു SD കാർഡും 2 SIM ഇടാനുള്ള ഓപ്ഷനാണ് ഈ ഒരു മോഡൽ കൊണ്ടുവന്നിരിക്കുന്നത്. 4 ലക്ഷത്തിനടുത്ത് ഈ ഒരു മോഡലിൻ്റെ ബെഞ്ച് മാർക്ക് കാര്യങ്ങളും വരുന്നുണ്ട്. ഒരു ഡീസൻ്റ് ആയുള്ള പെർഫോമൻസ് ആണ്. ഈ ഒരു പ്രൈസ് റേഞ്ച് നോക്കുന്ന സമയത്ത് ഇത് ഓക്കെയാണ്, തീർച്ചയായിട്ടും ഓക്കെ ആയുള്ള ഒരു പെർഫോമൻസ് ആണ് വരുന്നത്. നിങ്ങൾ നോർമലി യൂസ് ചെയ്യുന്ന സമയത്ത് യാതൊരു ഇഷ്യൂസും കാര്യങ്ങളും ഉണ്ടാവില്ല, ലാഗോ അങ്ങനത്തെ ഇഷ്യൂസും കാര്യങ്ങളില്ല. ഡെയിലി ബേസിസിനൊക്കെ ഓക്കെ ആയുള്ള ഒരു സ്മാർട്ട് ഫോണാണ്. അതുപോലെ ഡീസൻ്റ് ആയുള്ള ഒരു ഗെയിമിംഗ് എക്സ്പീരിയൻസ്, ഒരു ഹൈ ലെവലായിട്ടുള്ള ഗെയിമിങ്ങിൽ നിങ്ങൾ പ്രതീക്ഷിക്കരുത്. ആ ഒരു മോഡലല്ല, അതിന് പറ്റിയൊരു മോഡലല്ല ഇത്. എങ്കിലും നിങ്ങൾക്ക് ഗെയിം കളിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഗെയിം കളിക്കാം, അതിനൊന്നും യാതൊരു ഇഷ്യൂ ഇല്ല. അപ്പം നിങ്ങൾക്ക് ഒരു മിനിമലായുള്ള ഗെയിമിംഗ് എക്സ്പീരിയൻസും കാര്യങ്ങളും ഇതിൽ നിന്ന് കിട്ടുന്നതായിരിക്കും. അവർ പറയുന്ന അനുസരിച്ചാണ് നമുക്ക് ഈ ഒരു മോഡലിൽ അങ്ങനെ പരസ്യങ്ങളോ അല്ലെങ്കിൽ ബ്ലോഡ് ബേസോ കാര്യങ്ങളോ ഉണ്ടാവില്ല എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ആൻഡ്രോയിഡ് 14 വരെ അതിൻ്റെ അപ്ഡേറ്റ് കാര്യങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും. 2 വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റ് ആണ് നമുക്ക് ഈ ഒരു മോഡലിനെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു സോഫ്റ്റ്വെയർ നമുക്ക് കുറേ അധികം കസ്റ്റമൈസേഷൻ ചെയ്യാനുള്ള ഓപ്ഷൻ കാര്യങ്ങളുണ്ട്. നമ്മൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ മറ്റ് സ്മാർട്ട് ഫോൺസ് നോക്കുന്ന സമയത്ത് അങ്ങനത്തെ ഒരു ഓപ്ഷൻ നമുക്ക് കിട്ടാറില്ല. പക്ഷേ ഈ ഒരു മോഡലിൽ കുറച്ചധികം ഓപ്ഷൻസ് കാര്യങ്ങൾ നമുക്ക് ഇത് കിട്ടുന്നുണ്ട്. അപ്പം അതും കൂടെ നോട്ടീസ് ചെയ്തിരിക്കുക. ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റ് നോക്കുന്ന സമയത്ത് നമുക്ക് ഇതിനകത്ത് 50 MP ക്യാമറ സിസ്റ്റമാണ് കിട്ടുന്നത്. അതുമാത്രമല്ല നിങ്ങൾക്ക് 2K and 30 FPS ആണ് മാക്സിമം വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അവർ ഇങ്ങനെ ഇറക്കാനുള്ള റീസൺ എന്ന് പറയുന്നത് ക്യാമറയിൽ കുറച്ച് അവർ കോസ്റ്റ് കട്ടിങ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അത് നമുക്കറിയാൻ പറ്റുന്നതായിരിക്കും. അപ്പം ക്യാമറ ഒരു ആവറേജ് ക്യാമറയാണ്, എബോവ് ആവറേജ് ക്യാമറയാണ് നമുക്കിതിൽ കിട്ടുന്നത്. 8 MP സെൽഫി ക്യാമറയാണ് നമുക്കിതിൽ വരുന്നത്. പക്ഷേ നമ്മൾ ഈ ഒരു പ്രൈസ് വെച്ച് നോക്കുന്ന സമയത്ത് അത് എന്തുകൊണ്ടും ഓക്കെ ഉള്ളൊരു കാര്യമാണ്. പക്ഷേ ഒരു കോസ്റ്റ് കട്ടിങ്ങിന് വേണ്ടി അവർ ഈ ഒരു ക്യാമറ കുറച്ചും കൂടെ ഡൗൺ സൈഡിലേക്കാണ് നിർത്തിയിരിക്കുന്നത്. ഒരു ക്യാമറ സ്മാർട്ട് ഫോൺ അല്ല, ഒരു 5G അതുപോലെ തന്നെ ഒരു ഡീസൻറ്റ് ഡിസ്പ്ലേ അതുപോലെ ഒരു പെർഫോമൻസ് ആ ഒരു കാറ്റഗറിയാണ് നോക്കിയിരിക്കുന്നത്. എങ്കിലും നിങ്ങൾക്ക് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഒരു 5G സ്മാർട്ട് ഫോൺ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അച്ഛനോ അല്ലെങ്കിൽ അമ്മയ്ക്കോ അങ്ങനെ നിങ്ങൾ യങ്ങറായിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടി നിങ്ങൾ ബൈ ചെയ്യാൻ നോക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നോക്കാൻ പറ്റിയ ഒരു മോഡലായിരിക്കും ഈ ഒരു മോഡൽ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു മോഡൽ ബൈ ചെയ്യോ ഇല്ലയോ എന്നുള്ളത് തീർച്ചയായിട്ടും കമൻറ്റായിട്ട് അറിയിക്കുക. അപ്പം വീഡിയോ ഇഷ്ടപ്പെടുന്ന ഞാൻ വീഡിയോ ലൈക്ക് ചെയ്യാം, അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തണം, അതുപോലത്തെ കൂടുതൽ വീഡിയോസിന് വേണ്ടി. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.